ചേട്ടാ, അവസാനം ബിനീഷ് കോടിയേരിക്ക് നീതി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ തനിക്ക് നേരെ വന്നതുകൊണ്ടല്ല, അതായത് പിണറായി വിജയൻ്റെ മകൾക്ക് നേരെ ഒരു അന്വേഷണം വന്നതുകൊണ്ടല്ലേ ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചത്? അല്ല, അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ബിനീഷ് കോടിയേരിക്ക് മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാനും കാരണം പിണറായി വിജയൻ്റെ മകൾക്കെതിരെ വന്ന അന്വേഷണമാണ്. ഇപ്പോൾ കിട്ടാനും കാരണം അത് തന്നെയാണ്. കാരണം പിണറായി വിജയൻ്റെ മകൾക്കെതിരായ കേസിൽ SFIOയെ ക്ഷണിച്ചു വരുത്തിയത് ഷോൺ ജോർജാണ്. അപ്പോൾ ഷോൺ ജോർജിൻ്റെ ഈ പറയുന്ന വക്കീൽ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്, പാർട്ട്ണറാണ് ബിനീഷ് കോടിയേരി. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വക്കീൽ സ്ഥാപനമുണ്ട്. എൻ്റെ സ്ഥാപനത്തിലുള്ള എൻ്റെ അഭിഭാഷകർ അവരാരൊക്കെയാണെന്ന് എനിക്കറിയാം. അവരാരും കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരല്ല, അല്ലെങ്കിൽ SFIക്കാരോ DYFIക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഷോൺ ജോർജും ബിനീഷ് കോടിയേരി ഒരുമിച്ചൊരു സ്ഥാപനം തുടങ്ങുന്നു. അത് തെറ്റൊന്നുമില്ല, രാജ്യത്തെ നിയമം അങ്ങനെയാണല്ലോ. അവർ സുഹൃത്തുക്കളായിരിക്കാം. ഇനി പക്ഷെ ആ സ്ഥാപനത്തിൽ നിന്നൊരു അഭിഭാഷകൻ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ കേസുമായി പോകുന്നു. ആ കേസിൽ SFIO എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസി വരുന്നു. പിന്നീട് പിണറായി വിജയൻ്റെ മകൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാവുന്നു. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ്റെ അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ അച്ഛന് ഇതിൻ്റെ എല്ലാം പിന്നിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ സംശയിക്കാനൊരു കാരണം കൂടെ ഉണ്ട്. ഏത്? ഇപ്പോൾ ഷോൺ ജോർജും ബിനീഷ് കോടിയേരിയും സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നതിനേക്കാൾ ദാസനും വിജയനുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും. അതായത് ചങ്കും എന്ന് നമ്മൾ പറയില്ലേ, ആ ചങ്കും കരളും ആയിട്ട് നടന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണം നമ്മൾ കണ്ടതാണ്. ആ മരണശേഷം അദ്ദേഹത്തിന് അർഹമായ ഒരു പരിഗണനയും ഈ പാർട്ടി കൊടുത്തില്ല. വിലാപയാത്ര നടത്തിയത് നമുക്കറിയാലോ. അന്ന് വൈകിട്ട് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശില എവിടെയാണെന്ന് നമുക്കറിയാമോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയാണുള്ളതെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ട എന്തെങ്കിലും കാര്യം ഈ പാർട്ടി ചെയ്തിട്ടില്ല. അന്ന് വൈകിട്ട് ഈ ചങ്കും കരളുമായി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് കയറി പോവുകയും ചെയ്തു. ഇത് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കിടക്കുമ്പോൾ അത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് നടന്നവർ നമുക്കറിയാലോ. CPM രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും അമിത്ഷായും മോഡി എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഈ പറയുന്ന കോടിയേരിയും പിണറായിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പക്ഷം ചേർന്ന് നിന്നതും സഹായിച്ചതെല്ലാം കോടിയേരിയാണ്. ആ കോടിയേരി മരിച്ച ദിവസം അന്ന് വൈകിട്ട് വിദേശത്തേക്ക് കോട്ടും സ്യൂട്ടും ഇട്ട് ഫാമിലി സഹിതം പിണറായി വിജയൻ കയറിപ്പോയി. അതിൻ്റെ വൈരാഗ്യം അല്ലെങ്കിൽ അതിൻ്റെ ദേഷ്യം ഒരു മകൻ ഉണ്ടാകുക എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. ബിനീഷ് കോടിയേരിക്ക് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണോ ഇങ്ങനൊരു കേസ് പുതുതായി അദ്ദേഹത്തിൻ്റെ തന്നെ ഓഫീസിലെ അഭിഭാഷകനായ ഷോൺ ജോർജ് വഴി വന്നത് എന്ന് പിണറായി വിജയൻ സംശയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തെറ്റില്ലല്ലോ. കാരണം 2 പേരുടെ ഭാഗത്ത് തെറ്റില്ല. ഒന്ന്, ബിനീഷിൻ്റെ ഭാഗത്ത് തെറ്റില്ല. അപ്പൻ്റെ ശവസംസ്കാര ചടങ്ങ് ഓടിച്ചിട്ട് നടത്തി അദ്ദേഹത്തിന് അർഹമായ ഒരു ഇത് നൽകാതെ, യാത്രയപ്പ് നൽകാതെ പിറ്റേ ദിവസം തന്നെ അമേരിക്കയ്ക്ക് കയറിപ്പോയ അപ്പൻ്റെ കൂട്ടുകാരനോടുള്ള പക ഇത് ബിനീഷ് കോടിയേരിക്ക് ഉണ്ടാവാം, എനിക്കറിയില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, TK ഗോവിന്ദൻ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ആദ്യം പോകുന്നത് കോടിയേരി ബാലകൃഷ്ണ വീട്ടിലേക്കാണ്. അവരുടെ കുടുംബം മുഴുവൻ പറയുന്നുണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പാർട്ടിയിൽ സംഭവിക്കില്ല എന്ന്. അപ്പോൾ ഇത്തരത്തിലൊരു വിഷയം പിണറായി വിജയൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ബിനീഷ് കോടിയേരി തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം പിണറായിയെപ്പോലെ ഒരുപാട് നേതാക്കളെ ഒരു പക്ഷേ ഈ പാർട്ടിക്ക് കിട്ടിയേക്കാം. കോടിയേരിയെപ്പോലെ ഒരു പാർട്ടി സെക്രട്ടറിയെ ഒരിക്കലും കിട്ടില്ല എന്ന് എഴുതിയത്. ഇവരുടെ ലക്ഷ്യം MV ഗോവിന്ദനാണ്. പക്ഷേ MV ഗോവിന്ദനെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന MV ഗോവിന്ദനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പിണറായിലേക്ക് തന്നെയാണ് അവർ വിരൽ ചൂണ്ടുന്നത്. പിണറായിയെ ഡയറക്റ്റ് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനുള്ള ധൈര്യം ഇന്നും ആ പാർട്ടിക്കകത്ത്, അദ്ദേഹം ഈ ഡിഫീറ്റ് അദ്ദേഹത്തിന് ഉണ്ടായ ശേഷം പോലും ആ പാർട്ടിക്കകത്ത് ആർക്കുമില്ല. കാര്യം പിണറായി വിജയനെ നേരിട്ട് വിമർശിച്ചതിൻ്റെ പേരിലാണ് TP ചന്ദ്രശേഖരന് ആ ഗതി ഉണ്ടാകുന്നത്, നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ പിണറായിയെ വിമർശിക്കാനുള്ള, പിണറായിയെ മാറണമെന്ന് പറയാനുള്ള ആർജവം കോടിയേരി ബാലകൃഷ്ണനോ അവരുടെ ഫാമിലിക്കോ ഇല്ല. പക്ഷേ ബിനീഷ് കോടിയേരിക്കോ ഇല്ല. അവിടെയാണ് അവർ MV ഗോവിന്ദനെ ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കൂ. ഇപ്പോൾ ഈ തവണ ഞങ്ങൾ ജയിച്ചു വന്നതിൽ ഞങ്ങളുടെ ഏതാണ്ട് 5-6 MLA മാർ പഴയ കമ്മ്യൂണിസ്റ്റുകളാണ്. ഒരാൾ ആ മന്ത്രിസഭയിലെ മന്ത്രിയാണ്, സുധാകരൻ. അങ്ങനെ അവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെല്ലാം അവിടെ വിട്ട് ഇവിടേക്ക് വന്നു. ഇനി ഇന്ത്യയിൽ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയേ ഉള്ളൂ ഇന്ത്യയിൽ ഇപ്പോൾ, അത് CP ജോണാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രി. ഞങ്ങളുടെ മന്ത്രിസഭയിലാണ്. ഏറ്റവും കൂടുതൽ ഇടത് പാർട്ടികളുള്ളത് UDF-ലാണ്, LDF-ലല്ല. RSP ഉണ്ട്, RMP ഉണ്ട്,
CP ജോണിൻ്റെ പാർട്ടിയുണ്ട്. അങ്ങനെ ഒന്ന് എണ്ണി നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇടത് പാർട്ടികളുള്ളത് UDF-ലാണ്, LDF-ൽ അല്ല. LDF, CPM, CPI മാത്രമേ ഉള്ളൂ, 2 പാർട്ടികളേ ഉള്ളൂ. കേരള കോൺഗ്രസ് ഒരു ഇടത് പാർട്ടിയല്ല അവിടെ ഉള്ളതിൽ. പക്ഷേ ഇവിടെ നോക്കിയാൽ ഒരു ഡസൻ ഇടത് പാർട്ടികൾ UDF-ൽ നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം ആരാണ്? യഥാർത്ഥ ഇടതുപക്ഷം UDF ആണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്ന അങ്ങ് പറഞ്ഞതുപോലെ തളിപ്പറമ്പ് ഞങ്ങൾ ജയിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്തിനേറെ പറയുന്നത്, പിണറായി വിജയൻ 6 റൗണ്ടിൽ പോലും 6ാമത്തെ റൗണ്ട് വരെയെങ്കിലും പുറകിൽ പോകേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തുന്നത് അവരുടെ ഇടതുപക്ഷ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മകൻ്റെ മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകന് വെറും ഒരു അംഗത്വത്തിനാണ്, ഏത് ബ്രാഞ്ച് കമ്മിറ്റി പോസ്റ്റിനല്ല, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കാനല്ല, വെറും അംഗത്വം. ആ അംഗത്വത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോടിയേരി ഇനി എന്താ പാർട്ടി പറയണ്ടേ, 3 വർഷം ഞങ്ങൾ മാറ്റി നിർത്തിയതിന്റെ കാരണം ഇതായിരുന്നു എന്നും പൊതുജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത പാർട്ടിക്കില്ലേ? ഇത് ഉറപ്പായിട്ടും ഉണ്ട്. അദ്ദേഹത്തിനെതിരായ കേസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണം. അത് ലഹരിയുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് കേസുകളാണോ, അല്ലെങ്കിൽ അടിപിടി കേസുകളാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെതിരായി ഉള്ള സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസാണോ, പറയണ്ടേ, മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ എന്തിനാണ് ഒരു നിഴലിൽ നിൽക്കേണ്ടി വരുന്നത് എന്നത് ചോദ്യമല്ലേ. അത് അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നുള്ളത് വേറെ പ്രശ്നം. അദ്ദേഹം ഇന്നലെയും ഒരു ലെവലേശം ഉളുപ്പില്ലാതെ പോയി പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി സമരം ചെയ്യുന്നത് കണ്ടു. എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണുള്ളത്. ആ സഹതാപം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ലല്ലോ ഞാൻ പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരാളാണ് ഈ അർജുന എങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ പോലെ. അപ്പോൾ ഇദ്ദേഹം ഇനി എന്തായിരിക്കും ബിനീഷ് കോടിയേരിയുടെ ഭാവി പാർട്ടിയിൽ? എനിക്കറിയില്ല. മിക്കവാറും അദ്ദേഹത്തിന് അവിടെ ഒതുക്കപ്പെടാം, ഒരു മെമ്പർഷിപ്പ് കൈ പിടിച്ചുകൊണ്ട് നടക്കാമെന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ബീഡി ഉണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ, മെമ്പർഷിപ്പ് ഉണ്ടോ സഖാവെ ഒന്ന് പ്രവർത്തിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ബിനീഷ് കോടിയേരി. ഇപ്പോൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കിട്ടി, ഇനി പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പിണറായി എറ അത് അവസാനിക്കാതെ ആ പാർട്ടി രക്ഷപ്പെടില്ല. ഇപ്പോൾ നോക്കൂ, 2 ടേം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ, അധികാരത്തിൻ്റെ സുഖം അത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് തോറ്റു എന്ന് പാർട്ടി ഇതുവരെ പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് തോറ്റു എന്ന് അവർക്ക് വിശകലനം ഇല്ല. എന്തുകൊണ്ടാണ് അവർ തോറ്റത്? അല്ല, കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് തള്ളി എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പം MP നമ്മുടെ ഈ ബേബി ആണല്ലോ, സഹാവ് ബേബി ആണല്ലോ അവിടെ ഉള്ളത്. സഹാവ് ബേബി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അവർ തമ്മിൽ വാട്സപ്പിൽ അയക്കുന്ന റിപ്പോർട്ട്, അതിനപ്പുറത്ത് വേറൊരു റിപ്പോർട്ടും അതിനകത്തില്ല. സഹാവെ നമ്മൾ നോക്കാൻ കാരണം ഇതാണ്, ആണല്ലേ സഹാവെ, ശരി എന്നാൽ. ഇതിനപ്പുറത്ത് വേറൊരു റിപ്പോർട്ട് ഇവർക്കാണെങ്കിൽ ഒന്ന് ഈ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തമാശയാണ് തോന്നുന്നത്. നോക്കൂ, കേന്ദ്ര ഒരു ദേശീയ പാർട്ടിക്ക് ആവശ്യമായ വോട്ട് ഷെയർ പോലും CPM ഈ തെരഞ്ഞെടുപ്പിലും ഒന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അത് ഉണ്ടാകാത്തത്? ഇവർ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്കൾ കൊണ്ടാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗലി അർഹതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതാണ്ട് 20-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് CPM-ന് വ്യക്തിഗതമായിട്ടുള്ളത്. LDF-നാണ് ഈ 37 സീറ്റുകളുള്ളത്. ബാക്കി സീറ്റുകൾ മുഴുവൻ ഈ പറയുന്ന CPM-ന് വ്യക്തിഗതമായിട്ടില്ല. അപ്പോൾ ആ പാർട്ടി വലിയ പടുകുഴിയിൽ പോയി വീണ ശേഷവും അതിനെ നയിച്ച ക്യാപ്റ്റനെ തന്നെ പിന്നെ എടുക്കുകയാണ്. ഒരു കപ്പൽ കടലിൽ പോകുന്നു, ആ കപ്പൽ മുങ്ങുന്നു, ആ ക്യാപ്റ്റൻ തന്നെ പുതിയ കപ്പലിനെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കണം എന്ന് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? ക്യാപ്റ്റൻ്റെ കഴിവുകൾ കൊണ്ടാണ് കപ്പൽ മുങ്ങിയത്. കപ്പൽ മുങ്ങി തവിട് പൊടിയായി അതിലുള്ള എല്ലാവരും മരിച്ചു, ക്യാപ്റ്റൻ മാത്രം രക്ഷപ്പെട്ടു. പുതിയ കപ്പൽ ഇറക്കുമ്പോൾ അതിൻ്റെ അകത്തും ഇതേ ക്യാപ്റ്റൻ മതി എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഷ്ടം എന്നേ CPM-നെ പറ്റി തൽക്കാലം പറയാനുള്ളൂ.